ഹായ് ഗൈസ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പേടിച്ചു വിറച്ച് വിനീതിന് ഫോൺ ചെയ്ത സുജാത പറമ്പിൽ തന്നെ കിടന്നുറങ്ങിപ്പോയി. നേരം വെളുത്ത ഗീതയും കുട്ടികളും സുജാതയുടെ അടുത്തെത്തിയപ്പോൾ സുജാത പറയുന്നത്, ഇന്ന് രാവിലെ അവന്റെ മുന്നിൽ നിർത്തിക്കൊടുക്കാമെന്നല്ലേ നീ അവനോട് വാക്കു പറയുന്നതൊക്കെ ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ വളരെ കൂളായിട്ട് അമ്മ ആദ്യം ഈ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന സ്വഭാവം ഒന്ന് അവസാനിപ്പിക്കേ, അങ്ങനെ അറ്റവും മൂലവും ഒക്കെ കേട്ടുവെച്ചിട്ട് ഓരോന്ന് മനസ്സിൽ തുന്നി പിടിപ്പിച്ചിട്ട് നാവി കൂടെ അത് പുറത്തു വരുന്നതാ ഈ ദാസേട്ടനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് ഗീത. ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു ദാസൻ. പിന്നീട് കാവേരിയും നിവിനും കാറിൽ ശിവരാജന്റെ വീട് അന്വേഷിച്ചു വരുന്നു. ഗേറ്റിന്റെ മുന്നിൽ കാർ നിർത്തിയിട്ട് കാവേരി പറയുന്നത്, ഭാർഗവി ചേച്ചി പറഞ്ഞതനുസരിച്ച് ഇത് തന്നെയാ വീട്. മുരുകൻ കോവിൽ സ്ട്രീറ്റിലെ ശിവരാജന്റെ വീടെന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു തരുമെന്നാ പറഞ്ഞേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി സെക്യൂരിറ്റിയോട് ചോദിച്ച് ഗേറ്റിനുള്ളിലേക്ക് കയറുന്നു. നരയൻ ഇത് കാണുന്നുണ്ട്. അവരോട് ഉള്ളിൽ നിന്നും വന്നയാൾ എന്തോ പറഞ്ഞ് അവരെ മടക്കി അയക്കുന്നു. പിന്നീട് തിരിച്ചു വരുമ്പോൾ കാവേരി പറയുന്നത്, ഈ ഭൂമിയുടെ അന്വേഷണത്തിനൊടുവിൽ ഇതുപോലെ പലതും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. തുടക്കവും ഒടുക്കവും ഒന്നാവുന്ന കൺകെട്ട് വിദ്യ. മായാജാലക്കാര് ചില്ലറയൊന്നുമല്ലല്ലോ നമ്മുടെ പിന്നണിയില് എന്ന് പറയുന്നു. അതേസമയം വിനീതിന്റെ വീട്ടിൽ ദാസൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ തിന്നാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഗീത. അതിനിടയിൽ പറയുന്നത്, എനിക്ക് തോന്നുന്നത് സദ്യയൊക്കെ തന്ന് ദാസേട്ടനെ സോപ്പിടാനാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് തീർന്നപ്പോഴേക്കും വിനീതും ഗംഗയും ബൈക്കിൽ വന്ന് ഇറങ്ങുന്നു. ദാസനും ഗീതയും ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. അവർ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. വിനീതും ഗംഗയ്ക്കുമുള്ള സദ്യയാണ് സുജാത ഒരുക്കിയത് എന്നവർ അറിഞ്ഞിട്ടില്ല. ഇനിയാണ് സൂപ്പർ എപ്പിസോഡുകൾ വരാനിരിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കുക. മറ്റൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.